ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് വെബ്. ഇന്നിതാ ഞാനൊരു ബീഫ് ചില്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബീഫ് ചില്ലി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിരിക്കണം. അപ്പോൾ ഒന്ന് നോക്കി ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഞാനിതാ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ബീഫും കംപ്ലീറ്റ് ആയിട്ട് കുക്കർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2 സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേക്കണ്. അടുത്തതായി ബീഫിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ടൈമിന് ശേഷം അതിൽ നിന്ന് ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വിസിൽ വന്നാൽ പിന്നെ തീ പറ്റ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അങ്ങനെ ഞാൻ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. 4 വിസിൽ വരുന്നതിന് ശേഷം ഞാനിതിവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലത്തെ എയർ കംപ്ലീറ്റ് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിത് ഇവിടെ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടി ഞാനിതാ ആദ്യം ഈ ബീഫ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പമായിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ബീഫും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു എല്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് അതിൽ കിടന്നോട്ടെ വെച്ചിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടട്ടോ. പച്ചമുളക് ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ചില്ലിക്ക് പച്ചമുളക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ 4 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലിൻ്റെ ആ ഫ്ലേവറും സ്മെല്ലും ഒക്കെ നല്ല ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ ആണല്ലോ. അപ്പോൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ ചില്ലിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കുറച്ച് ചേർക്കണുള്ളൂ. ഒരു സ്പൂണേ ചേർക്കണുള്ളൂ കേട്ടോ. കാരണം മക്കൾക്കൊക്കെ ഇവിടെ എരിവ് കൂടുതൽ ഇഷ്ടമല്ല. അപ്പോൾ എരിവ് കുറച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് കളറില്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കണ്ട. കളർ സ്കിപ്പ് ചെയ്താളിട്ടാ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് കളർ ചേർത്തത്. ഏതായാലും മുളക് പൊടി കുറച്ച് ചേർത്തതല്ല. അപ്പോൾ ഒട്ടും കളർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വേണ്ടി മാത്രം ചേർത്തതാണ്. പിന്നെ അടുത്തതായി ഇതിലേക്ക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇത് ഉപ്പിട്ട് വേവിച്ച ബീഫാണല്ലോ. അപ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാനൊരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, ഈ ചില്ലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കിക്കോളിട്ടാ. അങ്ങനെ ഞാനിത് നല്ലോണം എല്ലായിടത്തേക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോണത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഒരു 2-3 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ 2 തവണ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫ് ഓൾറെഡി വേവിച്ചെടുത്ത കാരണം കൂടുതൽ വേവാനൊന്നുമില്ല. ഇതിൻ്റെ മസാലകളൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരെ വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ബീഫ് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടാ. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ മതിട്ടാ. ഇത്ര ആകുമ്പോൾ തന്നെ ഒരു പാകത്തെ മൂപ്പാവും കേട്ടോ. ഇനി നല്ല മൂപ്പിക്കണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഇത്ര ഒരു മൂപ്പിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിലിട്ടത് നല്ല പാകത്തെ മൂപ്പായപ്പോൾ അത് ഇങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ബീഫും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ചില്ലിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയേനു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിക്കോളി. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കോണ്ടി. അപ്പോൾ ഇന്നത്തെ ബീഫ് ചില്ലിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കോളി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.